നമസ്കാരം. ക്രീഡ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് ഈ ഫുട്ബോളിൽ ഫ്രീ ആയിട്ട് കിട്ടിയ ലെജൻഡ്സ് അസംബിൾ സ്പെഷ്യൽ എന്ന പാക്കിൻ്റെ ഒരു ഓവറോൾ റിവ്യൂവും റാങ്കിങ്ങുമാണ്. പിന്നെ ഞാൻ കളിപ്പിച്ച് നോക്കിയതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളും ഉണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തികച്ചും എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനും റാങ്കിങ്ങുമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലെയറിനെ സൈൻ ചെയ്യുക. നിങ്ങളുടെ സ്ക്വാഡിന് വേണ്ട ഒരു പ്ലെയർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിന് പറ്റിയ ഒരു പ്ലെയറെ മാത്രം എടുക്കുക. നല്ലൊരു സ്ക്വാഡുള്ളവർ മാത്രം ഒരു വെറൈറ്റി പ്ലെയറിനെ സൈൻ ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. ആദ്യമായി നമുക്ക് ഗോൾ കീപ്പേഴ്സിൽ നിന്ന് തുടങ്ങാം. ഒരു നല്ല ഗോൾ കീപ്പർ ഇല്ലാത്തവർക്ക് ഇതൊരു നല്ല അവസരമാണ്. ഒലിവർക്കാനും കെസിയസുമാണ് വന്നിട്ടുള്ളത്. രണ്ടുപേരും നല്ല ഗോൾ കീപ്പേഴ്സ് തന്നെയാണ്. പക്ഷേ സ്റ്റാറ്റ് നോക്കിയാലും ഇൻ ഗെയിം പെർഫോമൻസ് നോക്കിയാലും ഒലിവർക്കാൻ ഒരു പടി മുകളിൽ നിൽക്കുന്നുണ്ട്. കെസിയസിനേക്കാൾ ഹൈറ്റും ആം കവറേജും ലെഗ് കവറേജും ഒലിവർക്കാന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾ കീപ്പേഴ്സ് നോക്കുന്നവർക്ക് ഒലിവർക്കാൻ ആയിരിക്കും പെർഫെക്റ്റ് ചോയ്സ്. അടുത്തതായി സെൻട്രൽ ബാക്ക് പൊസിഷൻ നോക്കുന്നവർക്ക് രണ്ട് മികച്ച കാർഡുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. കനവാരയും പുയോളുമാണത്. ഇതിൽ പുയോളിനേക്കാൾ എന്തുകൊണ്ടും മികച്ച ഓപ്ഷൻ കനവാരോ തന്നെയാണ്. സ്റ്റാറ്റിലെ ഒരു അഡ്വാൻറ്റേജ് മാത്രമല്ല, ഇൻ ഗെയിമിലെ പെർഫോമൻസിലും കനവാരോ ബെസ്റ്റാണ്. രണ്ടുപേരും ഡിസ്ട്രോയർ പ്ലേയിങ് സ്റ്റൈൽ ആണെങ്കിലും കനവാരോ കയറിപ്പോയാലും പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു കാർഡാണ്. നേരെ മറിച്ച് പുയോളിനെ ബാക്കിൽ പിടിച്ചു നിർത്താൻ നിങ്ങൾ നന്നായിട്ട് പാടുപെടേണ്ടി വരും. ഇനി നിങ്ങൾക്ക് ഒരു ഒഫൻസീവ് ഫുൾ ബാക്കിനെയാണ് ആവശ്യമെങ്കിൽ മാർട്ടിൻ കസറസ് നല്ലൊരു ഓപ്ഷനാണ്. LB, RB, CB, പൊസിഷൻ ബൂസ്റ്റർ കൊടുത്ത് LMF എന്നീ പൊസിഷനിൽ ഈ പ്ലെയർ കളിക്കും. ഫോർട്രസ് സ്കില്ലും ഈ കാർഡിന് വരുന്നുണ്ട്. ഒരു അണ്ടർറേറ്റഡ് പ്ലെയർ ആയിട്ടാണ് എനിക്ക് ഈ കാർഡ് കളിപ്പിച്ചപ്പോൾ തോന്നിയത്. ഒരു ഫുൾ ബാക്കിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതൊക്കെ ഈ കാർഡ് തരുന്നുണ്ടെങ്കിലും ഈ പൊസിഷൻ ആവശ്യമുള്ളവർ മാത്രം ഈ കാർഡ് എടുക്കുക. അടുത്തതായി CMF പൊസിഷനിൽ വരുന്ന സാബി അലോൻസോയുടെ കാർഡാണ്. നിങ്ങൾക്ക് ഈ പൊസിഷനിൽ വേറൊരു കാർഡുമില്ല, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാർഡ് കളിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം ഈ കാർഡ് എടുക്കുക. അല്ലാത്ത പക്ഷം ഇതൊരു മസ്റ്റ് ട്രൈ കാർഡായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇൻ ഗെയിം പെർഫോമൻസ് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. ഇതിലും മികച്ച ഓർക്കസ്ട്രേറ്റഡ് കാർഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അടുത്തത് ഈ പാക്കിലെ ഏറ്റവും ലോ ഹൈപ്പുള്ള പ്ലെയറാണ് ഡെനിൽസൺ. ഈ കാർഡ് ലെഫ്റ്റ് വിങ്, ലെഫ്റ്റ് മിഡ് എന്നിവിടങ്ങളിൽ കളിക്കും. ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആണ് ഈ കാർഡ്. നല്ല സ്പീഡും ഡ്രിബിളും ഉണ്ടെങ്കിലും ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റിന് വേണ്ട പാസിങ്ങോ ഒരു വിങ്ങർക്ക് വേണ്ട മിനിമം ഫിനിഷിങ്ങോ ഈ പ്ലെയറിന് കിട്ടില്ല. അടുത്തതായി AMF പൊസിഷൻ നോക്കുന്നവർക്ക് 3 കാർഡുകളാണ് ഈ പാക്കിലുള്ളത്. അത് 3ഉം ക്രിയേറ്റീവ് പ്ലേ മേക്കർ കാർഡ്സാണ്. കക്ക, ഡ്രാഗൻ സ്റ്റോയ്ച്കോവിച്ച്, പിന്നെ സ്കോൾസും. ഇതിൽ കക്കയുടെ കാർഡ് സ്റ്റാറ്റ് നല്ലോണം കുറച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഗെയിമിലുള്ള കക്കയുടെ കാർഡുകളേക്കാൾ പവർ കുറഞ്ഞ കാർഡായിട്ടാണ് കളിപ്പിച്ചപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെ AMF നോക്കുന്നവർക്ക് കക്കയുടെ ഈ കാർഡ് അത്ര സുഖമായിട്ട് തോന്നില്ല. പിന്നെ ബാക്കി 2 കാർഡും നല്ല ടോപ്പ് ലെവൽ കാർഡ്സ് തന്നെയാണ്. ഇതിൽ ആരെ എടുക്കണമെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ബോക്സിൻ്റെ പുറത്തുനിന്ന് വലു തുളയ്ക്കുന്ന ഒരു കാർഡാണെങ്കിൽ സ്കോൾസിന് എടുക്കുക. നന്നായിട്ട് ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കയറ്റാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ സ്റ്റോയ്ച്കോവിച്ചിൻ്റെ കാർഡ് എടുക്കുക. ഇനി CF പൊസിഷൻ നോക്കുകയാണെങ്കിൽ ചാകരയാണ് ചാകര. ഇതിൽ വാംബാസ്റ്റിനെ നോക്കുകയാണെങ്കിൽ സ്റ്റാറ്റ് വൈസ് തീയാണ് ഈ കാർഡ്. പക്ഷേ ഇൻ ഗെയിമിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ അല്ല ഇത്. ഭയങ്കര ഹെവി ആയിട്ടാണ് നമുക്ക് കളിക്കുമ്പോൾ തോന്നുക. പിന്നെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിപ്പോൾ പാസ്സായാലും ഓട്ടമായാലും ഒക്കെ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നും. കൂടാതെ ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന പ്ലേയിങ് സ്റ്റൈലും എല്ലാവർക്കും പറ്റണമെന്നില്ല. പിന്നെ നല്ല 2 അണ്ടർറേറ്റഡ് കാർഡ്സാണ് ഈ പൊസിഷനിൽ വരുന്നത്. ഒന്ന് ബെബറ്റോ, പിന്നെ ഒന്ന് റൂണി. ഇതിൽ ബെബറ്റോ നല്ല സിങ്ക് ചെയ്ത് ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കുന്ന ഒരു CF ആയിട്ടാണ് കളിപ്പിച്ചപ്പോൾ തോന്നിയത്. ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കുന്ന പ്ലെയേഴ്സിന് ഈ കാർഡ് ഇഷ്ടപ്പെടും. റൂണി ഒരു കിഡിലൻ സിങ്ക് ചെയ്ത് കളിപ്പിക്കാൻ പറ്റുന്ന ഹോൾ പ്ലെയർ കാർഡാണ്. റൂണിയുടെ ഈ ഫുട്ബോളിലെ ആദ്യത്തെ കാർഡാണിത്. സ്റ്റാറ്റ് കുറവാണെങ്കിലും ഇൻ ഗെയിമിൽ കിഡിലൻ പെർഫോമൻസ് ആണ് ഈ കാർഡ്. റൂണിയുടെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് കയറി കണ്ടു നോക്കാം. പക്ഷേ CF പൊസിഷനിൽ കളിക്കുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 2 കാർഡ്സാണ്. ഒന്ന് ബ്ലിറ്റ്സ്കേലുള്ള ബെയിലും മറ്റൊന്ന് ഫോർലാൻഡ് കാർഡുമാണ് ഇത്. രണ്ടും ഗോൾ പോച്ചർ പ്ലേയിങ് സ്റ്റൈലാണ് വരുന്നത്. നിങ്ങളൊരു കംപ്ലീറ്റ് സ്ട്രൈക്കറെയാണോ നോക്കുന്നത്? എന്നാൽ നിങ്ങൾക്ക് പറ്റിയ പ്ലെയർ ഫോർലാൻഡ് ആണ്. ഗെയിമിൽ തന്നെ ഒരു ടോപ്പ് ലെവൽ ഗോൾ പോച്ചറാണ് ഫോർലാൻഡ്. അതേസമയം നിങ്ങൾക്ക് നല്ല സ്പീഡിൽ ഓടിച്ചു കയറ്റുന്ന ഒരു പ്ലെയറെയാണ് ആവശ്യമെങ്കിൽ ബെയിലാവും നിങ്ങൾക്ക് ചേരുക. വിങ്ങിലേക്കും മാറ്റി കളിപ്പിക്കാൻ പറ്റും ബെയിലിന്, പ്രത്യേകിച്ച് റൈറ്റ് വിങ്ങിൽ. പിന്നെ ബ്ലിറ്റ്സ്കേൾ പ്ലെയേഴ്സിനെ കളിപ്പിച്ചിട്ടില്ലാത്തവർക്കും ബെയിൽ നല്ലൊരു ഓപ്ഷനാണ്. ഇനി ഇൻ ഗെയിമിൽ എനിക്ക് കളിപ്പിച്ച് ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിൻ്റെ ഒരു റാങ്ക് ബേസ് കമ്പാരിസൺ നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.